Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. പിണറായിസം പി.വി. അൻവറിന്റെ ഭാവനാ സൃഷ്ടിയെന്ന് വനം മന്ത്രി എ.കെ. ശശീന്ദ്രൻ. എൻ.സി.പി കൺവെൻഷനിൽ പങ്കെടുത്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പലപ്പോഴും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ മിതത്വം പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എം സ്വരാജ് വിജയിക്കും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം കേരള രാഷ്ട്രീയത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തില്ലെന്ന് എല്ലാവർക്കും അറിയാം. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെയാണ് മത്സരരംഗത്തിറക്കിയിട്ടുള്ളത്. പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. വിജയമുറപ്പാണ്. രാഷ്ട്രീയ സാഹചര്യങ്ങൾ LDFന് അനുകൂലമാണ്. UDFിൽ അകത്തും പുറത്തും പ്രശ്നങ്ങൾ രൂക്ഷമാവുകയാണ്. UDF ഘടകകക്ഷി നേതാവ് BJP സ്ഥാനാർത്ഥിയായിരിക്കുന്നു. ഇനിയും UDFിൽ പലതും നടക്കുമെന്ന സൂചനയാണ് ഇത് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്കല്ല, വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഇതെല്ലാം അനാവശ്യമായി അടിച്ചേൽക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. വ്യക്തിപരമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ജനങ്ങളെ പരീക്ഷണ വസ്തുവാക്കുന്ന ഒരു വിനോദമാണ് ദൗർഭാഗ്യവശാൽ UDFും അവരുടെ മുന്നണിയും അവരുടെ നേതാക്കന്മാരും പ്രവർത്തിച്ച് കാണുന്നത്. ഇത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാരമാണ്. പക്ഷേ ഈ അഭിപ്രായം ഞങ്ങൾക്കുണ്ടെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ ആ പോരാട്ട ഭൂമിയിൽ നിന്നും മാറി നിൽക്കാൻ ഞങ്ങൾക്കാവുകയില്ല. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ LDF കാണുന്നതും ഏറ്റവും സമർത്ഥനായ ജനസമ്മതനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി പോർക്കളത്തിൽ ഇറങ്ങാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. ഇന്നലെ മുതൽ ഞങ്ങളുടെ മുന്നണിയുടെ എല്ലാ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ആവേശകരമായ തുടക്കം കുറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ആവേശവും ഈ ശക്തിയും തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് ഞങ്ങളെ നയിക്കുമെന്ന ധാരണയാണ് ഇപ്പോൾ ഞങ്ങളുടെ മനസ്സിലുള്ളത്. അന്തരീക്ഷം അതിനനുസരിച്ച് കൂടുതൽ അനുകൂലമായി വരുന്ന ഒരു സാഹചര്യം ഞങ്ങൾക്കെല്ലാം ഉണ്ട്. പക്ഷേ അതിൽ വിശ്വസിച്ച് പ്രവർത്തനങ്ങൾ തളർത്തിയിടുകയല്ല. വലിയ വാശിയേറിയ തെരഞ്ഞെടുപ്പാണ് എന്ന ബോധ്യത്തോടു കൂടിയുള്ള പ്രവർത്തനമായിരിക്കും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുക. വിജയം സുനിശ്ചിതമാണ്. പിണറായിസത്തിനെതിരെ പോരാടുന്നു തുടങ്ങിയ അൻവറും UDFും ഇപ്പോൾ നേർക്കുനേർ മത്സരിക്കുന്നത്. അത് എങ്ങനെയാണ് LDFിന് ഗുണകരമാവുക എന്നാണ്? അല്ല, അങ്ങനെയൊരു ഇസം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാവന സങ്കല്പമല്ലേ, ഭാവനയിൽ നിന്നുണ്ടായ ഒരു ധാരണയല്ലേ. അങ്ങനെ ഒരു ഇസം ഉണ്ടാക്കാൻ പറ്റുമോ? അതിനിപ്പോൾ നമ്മൾ അൻവറിസം എന്ന് പറഞ്ഞാൽ അതൊരു ഇസമാകും. അതൊക്കെ അദ്ദേഹത്തിൻ്റെ, ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നില്ല. അദ്ദേഹത്തിനോട് ഞാൻ എപ്പോഴും ഒരു സഹോദരനോട് എന്തായാലും വാക്കുകൾ ഉപയോഗിക്കുന്ന അദ്ദേഹം സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ആദ്യം നേരത്തെ പല പ്രാവശ്യം അത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധപ്പെടുത്തുകയാണ്, പരസ്യമായി വരുന്നത്. നമുക്ക് വാക്കുകൾ പറയുന്നത് സൂക്ഷിച്ച് ഉപയോഗിക്കണം. രാഷ്ട്രീയ പ്രവർത്തനത്തിന് പ്രത്യേകിച്ചും തെറ്റ് പറ്റാൻ പാടില്ല. നമ്മളിപ്പോൾ കുറച്ച് ഒന്ന് തണുത്തു എന്ന് തോന്നിയാൽ പോലും നമ്മൾ എടുത്തു ചാടി അനാവശ്യമായ വാക്കുകൾ ഉപയോഗിച്ച് ഭാഷയെ ഉപദ്രവിക്കരുത് ദയവായിട്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ഇസമില്ല. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള രാഷ്ട്രീയ ഇസം മാത്രമാണ് ഇവിടെയുള്ളത്. ആ രാഷ്ട്രീയ ഇസത്തിന് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഭാഗമായാണ് LDF എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പുകളെ കാണാറ്. ആ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് ഇപ്പോഴും LDF ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. UDFിന്റെ ഘടകകക്ഷിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണെന്ന് BJP സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. അല്ല, അങ്ങനെ പല മറിമായങ്ങളും നിലമ്പൂരിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതാണ് ഈ നിലമ്പൂരിലെ ജനങ്ങൾ എന്തൊക്കെ കാണണം, ഇനിയും എന്തൊക്കെ കേൾക്കണം. അതുകൊണ്ടാണ് അതൊന്നും ഞങ്ങളെ ബാധിക്കുക. ഞങ്ങളുടെ രാഷ്ട്രീയവും ഞങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ ഭരണ നേട്ടങ്ങളും ജനങ്ങളുടെ മുമ്പ് അവതരിപ്പിച്ചുകൊണ്ട് ഇതിന് കൂടുതൽ കരുത്ത് നൽകാൻ, രാഷ്ട്രീയ മാറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ ഇതിന്, എന്നാൽ ഇതിന് കൂടുതൽ കരുത്ത് നൽകാൻ ഞങ്ങളെ ജയിപ്പിക്കണം എന്ന അഭ്യർത്ഥനയുമായി വോട്ടർമാരെ സമീപിക്കുന്നത്. അകത്തും പുറത്തും UDFിൽ പ്രശ്നമെന്ന് MP ഗോവിന്ദൻ മാഷ് പറഞ്ഞു. അതൊക്കെ ശരിക്കും യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇനിയും അത് സങ്കീർണമാകാനാണ് ഇട എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അറിവ്. കാരണം അവർ വ്യക്തിനിഷ്ഠമായാണ് ഈ പ്രശ്നങ്ങളെല്ലാം കാണുന്നത്. ഇപ്പം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുണ്ടായി, എന്താ പ്രശ്നം? വ്യക്തിനിഷ്ഠമല്ലേ. ഇവിടെ UDFിൻ്റെ സ്ഥാനാർത്ഥിയെ ജനങ്ങളൊരിക്കൽ ജയിപ്പിച്ചു വിട്ടതാണല്ലോ. പിന്നെ ഇതിനെ രണ്ടാമത് വേറെ ആളെ ജയിപ്പിക്കുന്നത്? അവിടെ എന്തെങ്കിലും രാഷ്ട്രീയ മാറ്റം ഉണ്ടായോ? അതൊക്കെ വ്യക്തിപരമായ താല്പര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ഇഷ്ടാനിഷ്ടങ്ങൾ പ്രകടിപ്പിക്കുന്ന രാഷ്ട്രീയ വിരോധം തീർക്കാനുള്ള, വ്യക്തിവിരോധം തീർക്കാനുള്ള അവസരമായി തെരഞ്ഞെടുപ്പുകളെ കാണുന്ന ഒരു നിലപാടല്ല LDFിനുള്ളത്. LDF ഇതിനെയൊക്കെ രാഷ്ട്രീയമായാണ് കാണുന്നത്. രാഷ്ട്രീയമായി ശരിയാണ് എന്ന് ബോധ്യപ്പെട്ട ഏത് കാര്യവും വളരെ പ്രതിബദ്ധതയോടുകൂടി നടപ്പിലാക്കും. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.